ഇപ്പോൾ ഈ കുട്ടി ഇവിടെ ഉപേക്ഷിച്ചു എന്ന് ഇന്നലെ കുട്ടി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് സമീപത്തായുള്ള അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ഒരു CCTV ക്യാമറ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രതിയുടെ ദൃശ്യങ്ങളോ മറ്റോ ലഭിച്ചതായാണ് ഒരു സൂചന നൽകുന്നത്. ഇപ്പോൾ ACPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ഒരു ബിൽഡിംഗിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നുള്ള ഒരു ക്യാമറ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തേക്കാണ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ നിന്നുള്ള ഒരു ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ തന്നെ പോലീസ് ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ACPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത പോലീസ് സംഘവും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാനായാണ് അറപ്പുര റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഈ ഒരു ഓഫീസിലേക്ക് പോകുന്നത്. ഇന്നലെ തന്നെ ഈ കുട്ടി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് നായ മണം പിടിച്ചെത്തിയത് ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു. ഇവിടെ നിന്നാണ് ഈ ഒരു നായ ആദ്യം ഈ റെസിഡൻസ് അസോസിയേഷന്റെ ബിൽഡിംഗിലേക്കും പിന്നെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ മണം പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ തൊട്ട് സൈഡിലേക്ക് കാണുന്ന വഴിയിൽ കൂടി ഈ അറപ്പുര വിളാകം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഗവൺമെന്റ് IT ചാക്കയുടെ പിൻവശത്തേക്കുള്ള റോഡിലേക്ക് കടന്നത്. അവിടെ ചെന്നാണ് ഈ ഒരു നായ മണം പിടിച്ചു പോയതൊക്കെ തന്നെ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ നിന്ന് ഒരു സൂചന, ഈ കുട്ടിയെ കൊണ്ടെത്തിയ ആളിനെ കുറിച്ചുള്ള, കുട്ടിയെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാകാനാണ് സാധ്യതയെങ്കിൽ ഉപേക്ഷിച്ചത് ആരാണ് എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് കിട്ടാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയെ കണ്ടെത്തിയത് ഒരു ആശ്വാസകരമായ വാർത്തയാണെങ്കിൽ പോലും പലതര ചോദ്യങ്ങളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ കേരള പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണമുള്ള ഒരു പ്രദേശമായിരുന്നു ഇവിടെ. ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 400 മീറ്റർ മാത്രം മാറിയാണ് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ആ ഒരു സ്ഥലവും. അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് വരുന്നതിന് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇവിടെ യാതൊരു വിധത്തിലും എത്താൻ സാധിക്കില്ല. പിന്നെയുള്ള ഒരു വഴി എന്ന് പറയുമ്പോൾ ഈ കുട്ടിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു ഓടയുണ്ട്. ആ ഒരു ഓടയിൽ കൂടി ഈ കാട്ടിനുള്ളിൽ കൂടി നടന്നെത്തിക്കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താൻ പറ്റുമെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. ആ ഒരു അഭിപ്രായം നമ്മൾ ഇന്ന് രാവിലെ അവിടെ നാട്ടുകാരിൽ നിന്ന് കേട്ടതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ റോഡിന്റെ രണ്ട് സൈഡിലും പോലീസിന്റെ കൃത്യമായ സുരക്ഷയും പോലീസിന്റെ നിരീക്ഷണവും ഇന്നലെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ചതാണ് എങ്കിൽ പോലും എങ്ങനെയാണ് ഇവിടെ കൊണ്ടെത്തിയെന്നുള്ളത് പലതരത്തിലുള്ള സംശയങ്ങളും പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. കാര്യം ഇന്നലെ ഈ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞ മൊഴിയും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാര്യം ഒരു മഞ്ഞ കളറിലുള്ള സ്കൂട്ടറിൽ കുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്നത് കണ്ടു എന്നാണ് കുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴി. പക്ഷെ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ഇന്നലെ ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അങ്ങനെ ഈ കുട്ടിയെ വണ്ടിയിൽ കടത്തിക്കൊണ്ട് പോയതാണെങ്കിൽ പോലും ഈ കുട്ടി എങ്ങനെ ഇവിടെ തിരിച്ചെത്തി? ഈ ഒരു 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് യാതൊരു കാരണവശാലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഈ കുട്ടിയെ നമ്മൾ കണ്ടെത്തിയതും. തികച്ചും പാമ്പുകളും അതുപോലുള്ള ഇഴജന്തുക്കളും ഒക്കെ തന്നെ വസിക്കുന്ന ഒരു മേഖലയിൽ നിന്നാണ് ഈ കുട്ടി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചതാകാൻ മാത്രമാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് ഈ ഒരു CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഈ ഒരു CCTVയിൽ നിന്ന് കുട്ടിയെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാകാമെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ഒരു ക്യാമറ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഈ നായ ഇന്നലെ മണം പിടിച്ചു പോയ സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ രാത്രിയോട് തന്നെ പോലീസ് പൂർണ്ണമായി അവിടെ നിന്ന് ശേഖരിച്ചിരുന്നു. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം. അതുപോലെ തന്നെ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലം ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ മാത്രമാണ് ഈ അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ഈ ബിൽഡിംഗിൽ നിന്നുള്ളത്. അവിടെയുള്ള CCTV ഈ ഒരു കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തോട്ട് ആ ഒരു ഭാഗത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടി ആരെങ്കിലും അവിടെ ഉപേക്ഷിച്ചതാകാമെങ്കിൽ ഇതിൽ നിന്ന് കൃത്യമായ ഒരു തെളിവ് പോലീസിന് കിട്ടുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത്. ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് നായ ഒരു മണം പിടിച്ച് ആദ്യം എത്തിയതും ഈ ഒരു അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസിന് സമീപത്താണ്. ഈ ഒരു നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ടായി ഈ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ തന്നെ എല്ലാ ദിവസവും കുളിക്കാൻ എത്തിയിരുന്നതും ഈ ഒരു റെസിഡൻസ് അസോസിയേഷന് പിറകിനായുള്ള ഈ ഒരു കുളത്തിലെ കുളിക്കടവിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പോലീസിന് വ്യക്തമായ സൂചന എന്തോ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഇന്ന് രാവിലെ തന്നെ എത്തി ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ ഒരു ഇതിന്റെ ഡോറൊക്കെ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരിൽ ചിലർ ഇന്നലെ ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ തിരച്ചിലിന് നേതൃത്വം നൽകിയ നാട്ടുകാരിൽ ചിലരും അതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനെത്തിയ പോലീസുമാണ് ഇപ്പോൾ ഈ ഒരു അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ കെട്ടിടത്തിനകത്തുള്ളത്.
നമ്മൾ അതിൽ ചിലരോട് സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത്, അതായത് ഈ കുട്ടിയെ ആരെങ്കിലും ഇവിടെ ഉപേക്ഷിച്ചതാകാമെങ്കിൽ എന്തായാലും അവർക്ക് ഈ ഒരു CCTVയുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും നിർണായകമായ വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് അവരുടെയും പ്രതീക്ഷ. അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഈ പോലീസ് കണ്ടെത്തിയെന്ന്, അതായത് അറപ്പുര റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ഈ ചാക്ക് ഐറ്റിക്ക് പിൻഭാഗത്തേക്കുള്ള ഒരു റോഡ്, അതായത് കരിക്കകത്തേക്ക് പോകുന്ന ഒരു പാതയാണ്. ആ പാതയിൽ നിന്ന് കയറുമ്പോഴാണ് ഈ ചാക്ക് ഐറ്റിക്ക് പിന്നിലുള്ള റോഡിൽ കൂടി നമുക്ക് പോകാൻ. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക്, അതായത് നായ ഇന്നലെ മണം പിടിച്ചു പോയ വഴിയിലൊക്കെ തന്നെ പല വീടുകളിലും CCTV ഉണ്ട്. ഇതിൽ നിന്നൊക്കെ തന്നെ പല വീടുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയോട് തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ നിന്ന് അവർക്ക് എന്തോ പ്രാഥമികമായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഈ ഒരു CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പോലീസിന്റെ സംശയം എന്ന് പറയുന്നത്, പോലീസിന്റെ കൺവെട്ടിച്ച ആരോ ഇവിടെ കുട്ടിയെ ഇന്നലെ രാത്രി ഈ 7:45 കുട്ടിയെ കണ്ടെത്തിയ കുട്ടിയെ ആരോ ഒരു 5:30 ശേഷമാകാം ഇവിടെ ഉപേക്ഷിച്ചത് എന്നാണ് പോലീസിന്റെയും സംശയം. കാര്യം